അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏവർക്കും ഒരിക്കൽ കൂടി HP നെറ്റ് അറബിക് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നഹ്വിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള തമ്മീസിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹാലിനെ കുറിച്ചായിരുന്നു. ഇന്ന് തമ്മീസുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ തരത്തിൽ തമ്മീസ് വരുമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള PSC കേട്ടറ്റ് സെറ്റും ഒക്കെ ബന്ധപ്പെട്ട ധാരാളം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തൽക്ഷണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എന്ന് കൂടി ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യം തമ്മീസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇസ്മുൻ യുഫസ്സിറു ദലാലത്ത് ഇസ്മിൻ മുബ്ഹമിൻ മാ ഖബ്ലഹു. മുമ്പുള്ള വ്യക്തമല്ലാത്ത അവ്യക്തമായി പറഞ്ഞൊരു ഇസ്മിൻ്റെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ അതുകൊണ്ട് അറിയിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഇസ്മിനാണ് തമ്മീസ് എന്ന് പറയുക. അപ്പോൾ ആദ്യം അവ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും. ഞാനൊരു ലിറ്റർ വാങ്ങി. അപ്പോൾ ഒരു ലിറ്റർ വാങ്ങി, ഇസ്തറൈത്തു ലിറ്റർ എന്ന് പറഞ്ഞാൽ ലിറ്റർ എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് വ്യക്തമാകുന്നില്ല. ഒരു അവ്യക്തമായ ഇസ്മാണത്. എന്തുമാവാം. ചിലപ്പോൾ ഒരു ലിറ്റർ വെള്ളമാകാം, ഒരു ലിറ്റർ പാലാകാം, ഒരു ലിറ്റർ മറ്റെന്തെങ്കിലും ആകാം. അപ്പോൾ അവ്യക്തമായൊരു ഇസ്മാണ്. അതിനെ വ്യക്തമാക്കാൻ വേണ്ടി ശേഷം ഒരു ഇസ്മ കൊടുക്കുകയാണ്. വാങ്ങിയത് മാൻ, വെള്ളമാണ് വാങ്ങിയത്. അങ്ങനെ തൊട്ട് മുമ്പുള്ള അവ്യക്തമായതിനെ വ്യക്തമാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇസ്മിനാണ് തമ്മീസ് എന്ന് പറയുക. അതിന് ഉദാഹരണവും രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഷരീബ്തു ലിത്രൻ ഹലീബൻ, ഞാനൊരു ലിറ്റർ പാല് കുടിച്ചു. അപ്പോൾ ഹലീബൻ എന്ന റെഡ് കളറിൽ കൊടുത്തതാണ് തമ്മീസ്. ഞാൻ ലിറ്റർ കുടിച്ചു, ഷരീബ്തു ഞാൻ കുടിച്ചു, ലിത്രൻ ഒരു ലിറ്റർ എന്നാണ് വരിക. അപ്പോൾ ഒരു ലിറ്റർ എന്താണ് കുടിച്ചത് എന്ന് വ്യക്തമല്ല, ഒരു അവ്യക്തത അവിടെയുണ്ട്. അപ്പോൾ പറയാണ് ഹലീബൻ, വ്യക്തമാക്കിയിട്ട് കൊടുക്കുകയാണ് ഇന്നതാണ് കുടിച്ചത്. അഅത്തിൽ ഫക്കീറ സ്വാഅൻ അറുസൻ, ഫക്കീറിന് ഒരു സാ അറുസ് കൊടുത്തോളൂ. അപ്പോൾ അഅത്തി നീ കൊടുക്കുക, അൽ ഫക്കീറ ഫക്കീറിന് എന്തിനെ സ്വാഅൻ ഒരു സാവ് കൊടുക്കുക. അപ്പോൾ ഒരു സാവ് കൊടുക്കുക എന്നേ ഉള്ളൂ. അതെന്താണ്, അരിയാണോ ഈത്തപ്പഴമാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് ഒരു അവ്യക്തതയുണ്ട്. അപ്പോൾ അതിനെ വ്യക്തമാക്കാൻ വേണ്ടി പറയാണ് അറുസൻ, അറുസാണ് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള മുമ്പുള്ള അവ്യക്തമായതിനെ വ്യക്തമാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇസ്മിനാണ് തമ്മീസ് എന്ന് പറയുക. ഇനി തമ്മീസിനെ രണ്ട് തരത്തിൽ തിരിക്കുന്നുണ്ട്. രണ്ട് തരത്തിൽ തമ്മീസ് ഉണ്ട്. ഒന്ന് തമ്മീസ് മൽഫൂള്, മറ്റൊന്ന് തമ്മീസ് മൽഹൂള്. ഇവിടെ പറയുന്നത്, ഈ സ്ലൈഡിൽ പറയുന്നത് എന്താണ് തമ്മീസ് മൽഫൂള് എന്നാണ്. വസിനോ അല്ലെങ്കിൽ കൈലോ മിസാഹത്തോ അതതോ പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതിനാണ് തമ്മീസ് മൽഫൂൾ എന്ന് പറയുക. അതായത് ഒന്നെങ്കിൽ ഒരു തൂക്കം പറഞ്ഞിട്ടുണ്ട്. വസിൻ എന്ന് പറഞ്ഞാൽ തൂക്കം, കൈലെന്ന് പറഞ്ഞാൽ അളവ്, ഒരു ലിറ്റർ 2 ലിറ്റർ പോലെയുള്ള അളവ്. മിസാഹത്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ 2 സെൻറ്റിമീറ്റർ 1 കിലോമീറ്റർ അങ്ങനെയുള്ള അളവുകൾക്കാണ് മിസാഹത്ത് എന്ന് പറയുക. അതത് എന്ന് പറഞ്ഞാൽ എണ്ണം. അങ്ങനെ വസിന്, കൈല്, മിസാഹത്ത്, അതത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിനെ വിശദീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഇസ്മിനാണ് തമ്മീസ് മൽഫൂൽ എന്ന് പറയാം. മൽഹൂൽ എന്താണ് നമുക്കിത് കഴിഞ്ഞിട്ട് പറയാം. ഏതുപോലെ 4നും ഓരോ ഉദാഹരണങ്ങൾ കൊടുത്തു. ഇസ്തറ അബി കിലോഗ്രാമൻ തമ്രൻ, എൻ്റെ പിതാവ് 1 കിലോഗ്രാം ഈത്തപ്പഴം വാങ്ങി. ഷരിബ്തു കൂബൻ മാൻ, ഞാനൊരു കോപ്പ വെള്ളം കുടിച്ചു. അഅത്തൈത്തു ദിറാഅൻ ഹരീറൻ, ഞാൻ എന്ത് ചെയ്തു. അഅത്തൈത്തു നിനക്ക് ഞാൻ നൽകി, ദിറാഅൻ ഹരീറൻ ഒരു മുഴം പട്ട് ഞാൻ നൽകി. ഇസ്തറൈത്തു 15 കലമൻ, ഞാൻ 15 പേന വാങ്ങി. ഇവിടൊക്കെ നോക്കിയാൽ കാണാം, ഒന്നാമത്തേൽ കിലോഗ്രാം എന്ന് പറഞ്ഞു, രണ്ടാമത്തേൽ കൂബ് എന്ന് പറഞ്ഞു, മൂന്നാമത്തേൽ ഒരു മുഴം എന്ന് പറഞ്ഞു, നാലാമത്തതിൽ 15 എന്ന് പറഞ്ഞു. ഒന്നാമത്തേൽ തൂക്കമാണ്, വസിനാണ് പറഞ്ഞത്. രണ്ടാമത്തേൽ ഒരു അളവ്, കയ്യിലാണ് പറഞ്ഞത്, കൂബ്. മൂന്നാമത്തെ ഒരു മിസാഹത്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തത് അതതാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഏതെങ്കിലും പറഞ്ഞിട്ട് അതിന് വിശദീകരിക്കാനാണ് ഒന്നാമത്തേൽ തമ്രൻ എന്ന് പറഞ്ഞു, രണ്ടാമത്തേൽ മാ എന്ന് പറഞ്ഞു, മൂന്നാമത്തേൽ ഹരീർ എന്ന് പറഞ്ഞു, നാലാമത്തേൽ കലമൻ എന്ന് പറഞ്ഞു. ആ റെഡ് കളർ കാണുന്നതൊക്കെ തമ്മീസാണ്. ഒന്നാമത്തതിൽ വസിനെ വിശദീകരിക്കാൻ വേണ്ടി വന്നു, രണ്ടാമത്തതിൽ കൈലിനെ വിശദീകരിക്കാൻ വേണ്ടി വന്നു, മൂന്നാമത്തതിൽ മിസാഹത്തിനെ വിശദീകരിക്കാൻ വേണ്ടി വന്നു, നാലാമത്തത് അതതിനെ വിശദീകരിക്കാൻ വേണ്ടി വന്നു. ഈ 4ൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബയാൻ ചെയ്യാൻ വേണ്ടി, തഫ്സീർ ചെയ്യാൻ വേണ്ടി വരുന്ന തമ്മീസുകൾക്കാണ് തമ്മീസ് മൽഫൂള് എന്ന് പറയുക എന്ന് മനസ്സിലാക്കുക.
ഈ തമ്മീസ് മൽഫൂലിൻ്റെ കൂട്ടത്തിൽ വസ്ന് വന്നാലും കൈല് വന്നാലും മിസാഹത്ത് വന്നാലും ഒരുപോലെയാണ് നിയമം. അതതിൻ്റെ നിയമം വ്യത്യാസമുണ്ട്. അത് വിശദമായിക്കൊണ്ട് അതതിൻ്റെ ഒരു എപ്പിസോഡ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അതതിനെക്കുറിച്ച് പറയുന്നില്ല. ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അവിടെ നിന്ന് അത് കാണാവുന്നതാണ്. ബാക്കിയുള്ള വസ്ന് കൈല് മിസാഹത്ത് ഏത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ തെമ്മീസായിട്ട് വരുന്നത് 3 രൂപത്തിൽ പറയാം. ഒന്നെങ്കിൽ തെമ്മീസ് എന്ന നിലയ്ക്ക് നെസ്ബ് കൊടുക്കാം, അല്ലെങ്കിൽ മുലാഫുൻ ഇലൈഹിയാക്കി ജെറ് ചെയ്യാം, അല്ലെങ്കിൽ മിന്ന് കൊടുത്തുകൊണ്ട് ജെറ് ചെയ്തുകൊണ്ടും പറയാം. 3 രൂപത്തിൽ വസ്ന് കൈല് മിസാഹത്ത് എന്നീ 3 തെമ്മീസ് മൽഫൂലായിട്ട് വരുന്നതിനെ പറയാൻ പറ്റും. അപ്പം ഇഷ്തറൈത്തു കിലോഗ്രാമൻ തമ്പ്രൻ എന്ന് പറയാം, ഇഷ്തറൈത്തു കിലോഗ്രാമ തമ്പ്രിൻ എന്ന് പറയാം, ഇഷ്തറൈത്തു കിലോഗ്രാമൻ മിൻ തമ്പ്രിൻ എന്നും പറയാം. അതൊരു വസ്നാണ്. ഷെരിബ്തു കൂബൻ മാൻ എന്ന് പറയാം, ഷെരിബ്തു കൂബ മാഇൻ എന്ന് പറയാം, ഷെരിബ്തു കൂബൻ മിൻ മാഇൻ എന്ന് പറയാം. അഅ്തൈതു ദിറാ എന്ന് ഹരീർ എന്ന് പറയാം, അഅ്തൈതു ദിറാ ഹരീർ എന്ന് പറയാം, അഅ്തൈതു ദിറാഅൻ മിൻ ഹരീരിൻ എന്നും പറയാം. അങ്ങനെ തമ്മീസ് എന്ന നിലയ്ക്ക് നെസ്ബായിട്ടും മുലാഫുൻ ഇലൈഹി എന്ന നിലയ്ക്ക് ജറായിട്ടും മിന്ന് കൊടുത്തുകൊണ്ട് ജറായിട്ടും 3 രൂപത്തിലും വസ്ന് കൈല് മിസാഹത്തിന് ശേഷം വരുന്ന തമ്മീസിനെ പറയാൻ പറ്റുമെന്നാണ് നിയമം. രണ്ടാമത്തെ ഇനം തമ്മീസ് എന്ന് പറയുന്നത് തമ്മീസ് മൽഹൂലാണ്. മൽഹൂലായ തമ്മീസ് എന്ന് പറയുന്നത് അവിടെ വസ്നോ കൈലോ മിസാഹത്തോ അതതോ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ തൊട്ടു മുമ്പുള്ള സെൻറ്റൻസിൽ ഒരു അവ്യക്തതയുണ്ടാവും, വ്യക്തതക്കുറവുണ്ടാകും. അപ്പോൾ അതിനെ വ്യക്തമാക്കാൻ ശേഷം നെസ്ബ് കൊടുത്തുകൊണ്ട് പറയും. അങ്ങനെയുള്ള തമ്മീസിനാണ് തമ്മീസ് മൽഹൂൽ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. മുഹമ്മദുൻ അഅലമുന്നാസി, മുഹമ്മദ് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അഅലമാണ്. എന്ത് വിഷയത്തിലാണ് അഅലമ് എന്നറിയില്ല, ഒരു അവ്യക്തതയുണ്ട്. അഅലമാണ് എന്നേ പറയുന്നുള്ളൂ, ഏത് കാര്യത്തിലാണെന്ന് പറയുന്നില്ല. അപ്പം പറയാം ഹുലുഖൻ, സ്വഭാവത്തിൽ ഉത്തമനാണ്. അപ്പോൾ അവിടെയുള്ള ആ സെൻറ്റൻസിലുള്ള അവ്യക്തതയെ നീക്കുകയാണ് ഹുലുഖൻ എന്ന പദം കൊണ്ട്. അവിടെ അതത് പറഞ്ഞിട്ടില്ല, വസ്നില്ല, കൈലില്ല, മിസാഹത്തൊന്നുമില്ല. ഹസുനൽ ഗുലാമു, കുട്ടി നന്നായി. കുട്ടി നന്നായി ഏത് വിഷയത്തിൽ? അയാളെ ശരീരം നന്നായി എന്നാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്നായി എന്നാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, ഒരു അവ്യക്തതയുണ്ട്. കുട്ടി നന്നായി എന്ന് ജനറലായിട്ട് പറയാണ്. അപ്പോൾ കൃത്യമായിട്ട് വ്യക്തമാക്കിക്കൊണ്ട് സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയാം കലാമൻ, സംസാരത്താൽ. അപ്പോൾ ആ സെൻറ്റൻസിലുള്ള അവ്യക്തതയെ നീക്കുകയാണ്. അൽ ആലിമു അക്തറുന്നാസി, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അധികരിച്ച ആൾ പണ്ഡിതനാണ്. എന്തധികരിച്ച ആളാണ്? സമ്പത്ത് അധികരിച്ച ആളാണോ മറ്റെന്തെങ്കിലും അധികരിച്ച ആളാണോ? അവ്യക്തതയുണ്ട്. പറയാണ് തവാലു അൻ, വിനയത്തിനാൽ. അങ്ങനെ തൊട്ട് മുൻപേ പറഞ്ഞതിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ അവിടെ വസ്നോ അതതോ കൈലോ മിസാഹത്തോ ഒന്നും പറഞ്ഞിട്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ള അവ്യക്തതയെ നീക്കാൻ ശേഷം കൊടുക്കുന്ന ഇസ്മിനാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇസ്മിനാണ് തമ്മീസ് മൽഹൂൽ എന്ന് പറയുക. തമ്മീസ് മൽഹൂലിന് നെസ്ബ് നിർബന്ധമാണ്. നേരത്തെ നമ്മൾ മൽഫൂലായതിന് വസ്ന് കൈല് മിസാഹത്ത് വന്നാൽ 3 രൂപത്തിൽ പറയാമെന്ന് പറഞ്ഞു. അതതിൻ്റെ നിയമം വിശദമായിട്ട് വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മൽഹൂലായി വന്നിട്ടുള്ള തമ്മീസിന് നെസ്ബ് നിർബന്ധമാണ്, മറ്റൊരു രീതിയിൽ വരികയില്ല. അപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്തിരിക്കുന്നത് നഹ്വിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള തമീസിനെ കുറിച്ചാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ധാരാളം കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്കൊക്കെ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ഉപകാരമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖ്തദിമു കലാമി ബിഹാദ വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.